കീബോർഡ് ഇല്ലാണ്ട് ടൈപ്പ് ചെയ്യാനോ? ആവും. അതെങ്ങനെയാണല്ലേ? നിങ്ങൾ ഗൂഗിളിന്റെ കീബോർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് ജീബോർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കുന്ന നേരം കീബോർഡ് ഇല്ലാണ്ട് ടൈപ്പ് ചെയ്യുക. അത് മാത്രമല്ല, നമുക്ക് ആ വോയിസ് ടൈപ്പിങ്ങിന്റെ ആ ഐക്കണില്ലേ, അത് ഫോണിൽ നമുക്ക് സൗകര്യമുള്ള എവിടെ വേണമെങ്കിലും കൊണ്ടാക്കുകയും ചെയ്യാം. അതെങ്ങനെ ഒന്ന് കാണിച്ചു തരട്ടെ? ഞാൻ ഇപ്പൊ വാട്സപ്പ് തുറന്നൊരു ചാറ്റ് എടുത്ത് എവിടെയെങ്കിലും ടൈപ്പ് ചെയ്യുന്നത് കാണിച്ചു തരണല്ലോ. ചാറ്റ് എടുത്തിട്ട് വോയിസ് ടൈപ്പിങ്ങിന് കീബോർഡിന്റെ വലത് ഭാഗത്ത് മേലെ ഒരു ഐക്കൺ ഇല്ലേ, ആ മൈക്കിന്റെ ഐക്കണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏരോ മാർക്ക് കാണാം. ആ ഏരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കണ്ട സൈഡ് കാണുന്നുണ്ടല്ലേ? നമ്മളെ കീബോർഡ് ഈ സൈഡിലാണല്ലേ. ഇതിപ്പോ എവിടെ വേണമെങ്കിലും കൊണ്ടാക്കാം. ഓക്കെ, താഴെ ഭാഗത്ത് കൊണ്ടാച്ച്, മേലെ പേരിന്റെ അടുത്ത് വേണേ ആടെ കൊണ്ടാച്ച്, നടുക്ക് വേണേ ആടെ കൊണ്ടാച്ച്, എവിടെ വേണമെങ്കിലും നമുക്കത് കൊണ്ടാക്കാം. ഇടത്ത് സൈഡിലേക്കാക്കാം, വലത്ത് സൈഡിലേക്കാക്കാം, എവിടെ വേണമെങ്കിലും ആക്കാം. അത് തന്നെയല്ല, ഈ ഐക്കണില് ഒരു കീബോർഡിന്റെ ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിലേക്ക് മാറി ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ഉപയോഗിക്കാം. ഇനിയിപ്പോ നിങ്ങൾ വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടോ. ഞാനത് ഉപയോഗിക്കും. എനിക്ക് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. മുമ്പൊക്കെ ഈ വോയിസ് ടൈപ്പിംഗ് ചെയ്യുന്നേരം നമ്മൾ പറയുന്നതിൽ വ്യത്യസ്തമായിട്ടായിരുന്നു. നമ്മൾ പറയുന്നത് വേറെ, ഈ ടൈപ്പ് ആകുന്നത് വേറെ, അങ്ങനെ ഒരു കറക്ഷൻ കിട്ടിയായിരുന്നു. ഇപ്പം വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് വോയിസ് ടൈപ്പിംഗ് കിട്ടും. നമ്മൾ എന്താണോ പറയുന്നത്, നാടൻ സ്ലാങ്, ഞാനൊക്കെ എന്റെ നാട്ടിലെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കീബോർഡിൽ വോയിസ് ടൈപ്പിംഗ് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അതെങ്ങനെ എനേബിൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കീബോർഡിൽ തന്നെ സെറ്റിംഗ്സ് ആക്കിയുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ താഴെ ഭാഗത്ത് വോയിസ് ടൈപ്പിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, അത് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കീബോർഡിൽ ഏത് ലാംഗ്വേജ് ആണോ ഉപയോഗിക്കുന്നത് ആ ലാംഗ്വേജിലാണ് വോയിസ് ടൈപ്പിംഗ് വരിക. ഇപ്പം കീബോർഡിൽ മലയാളം എന്നുള്ളതുണ്ട്, മലയാളമാണ് വരിക. ഇംഗ്ലീഷ് ആ കീബോർഡിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷാണ് വരിക. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിൽ ഏത് ഭാഷയാണോ ഉള്ളത് അതാണ് വോയിസ് ടൈപ്പിംഗിൽ വരിക നമുക്ക്. അല്ലാണ്ട് വോയിസ് ടൈപ്പിംഗിന് പ്രത്യേക ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട അങ്ങനെ ഒരു ഓപ്ഷൻ. മുമ്പൊക്കെ വോയിസ് ടൈപ്പിംഗിന്റെ ലാംഗ്വേജ് നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്യേണ്ടില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈ ജീബോർഡ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ജീബോർഡ് പുതിയ വെർഷൻ ആയിരിക്കണം, ലേറ്റസ്റ്റ് വെർഷൻ. സംഭവം എങ്ങനെ നിങ്ങൾക്ക് ഇത് വന്നിക്കോ നോക്കട്ടോ. ഇത് പുതിയ അപ്ഡേറ്റ് ആയി. വോയിസ് ടൈപ്പിംഗിന്റെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും. പിന്നെ ഇതിന്റെ താഴെ വേറെ എന്തെല്ലോ സംഭവങ്ങളുണ്ട്. ലൈക്ക്, കമന്റ്, ഷെയർ, നിങ്ങളെ അഭിപ്രായമൊക്കെ അടക്കാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് മാണ്ടിയ പോലെ ഒക്കെ ചെയ്തേക്ക്. പിന്നെ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടോ, അത് നമുക്കൊരു ബൂസ്റ്റാണ്. ഇങ്ങനെ വീഡിയോ ചെയ്യാൻ, നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരാൻ ഇതിനൊക്കെ ഉള്ള ബൂസ്റ്റാന്ന് ഒരു എനർജിയാണ്. എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ. താങ്ക് യു സോ മച്ച്.